അതാണ് ശ്രീ റെജി ലൂക്കോസ്. ഇപ്പോൾ ഈ സംഭവം നമുക്കറിയാം എങ്ങനെയാണ് വേടൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈം ലൈറ്റിൽ നിൽക്കുന്നത് എന്നത്. അതിൽ കേസുകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ. പിന്നീട് അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് എന്തെന്ന് നമുക്കറിയാം. ചേർത്ത് നിർത്തുന്ന കാഴ്ച അതിനുശേഷം നമ്മൾ കണ്ടു. പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ തുടർച്ചയായി തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും. അങ്ങനെ തന്നെയാണ് ഈ പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് ഇപ്പൊ KP ശശികലയുടെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ, NR മധുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ, അതുപോലെ ഏറ്റവും ഒടുവിലായ ഒരു പരാതി പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് NIA-ക്ക് പരാതി നൽകിയിരിക്കുന്നു. അപ്പോൾ വേടനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് റെജി ലൂക്കോസ്? വളരെ സിമ്പിളാണ് അനുജ. കാരണം വേടന്റെ ജനപ്രീതി ഓരോ ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, വേടനൊരു രാഷ്ട്രീയമുണ്ട്. വേടന്റെ പാട്ടുകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നെ സമൂഹത്തെ കുറിച്ചുള്ള ഉച്ചത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ശബ്ദമാണ് അദ്ദേഹം മുഴക്കുന്നത്. അവിടെയാണ് RSS സംഘപരിവാർ BJP-ക്കാർക്കുള്ള അസഹിഷ്ണുത എന്ന് പറയുന്നത്. പക്ഷെ എന്റെ നിരീക്ഷണം വേറൊന്നാണ്. BJP-യുടെ ബഹുമാനപ്പെട്ട പാലക്കാട് മുനിസിപ്പൽ കൗൺസിലർ ബഹുമാനപ്പെട്ട മിനി മാഡം NIA-ക്ക് കൊടുത്ത പരാതിയും അതുപോലെ തന്നെ ശശികല ടീച്ചറുടെ ആക്രോശവും അറപ്പുളവാക്കുന്ന വർഗീയ രീതിയിലുള്ള ആഹ്വാനങ്ങളും ഒക്കെ ഒരു വലിയ രാഷ്ട്രീയ അബദ്ധമാണ് അവർ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വേടനെ ഫോറസ്റ്റുകാർ പീഡിപ്പിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസിൽ കോടതിയിൽ ഹാജരാക്കിയ ആ നിമിഷം വേടനെ അറിയാത്തവരെ വേടനെ അറിഞ്ഞു. കേരളത്തിലെ മുഴുവൻ സംഭവവും അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വേടനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. നമ്മളൊക്കെ ആ പിന്തുണയായിട്ട് രംഗത്ത് വന്നു. ഗവൺമെന്റ് രംഗത്ത് വന്നു. അപ്പൊ അതിലൂടെ തന്നെ അദ്ദേഹത്തിന് അറിയാത്ത തന്നെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു ആരാധ്യ കഥാപാത്രമായി അദ്ദേഹം മാറി. അപ്പൊ അദ്ദേഹത്തിന് വർദ്ധിച്ചു വരുന്ന പിന്തുണയും അതുപോലെ തന്നെ ഈ സംഘപരിവാർ അതുപോലെ RSS വർഗീയതയ്ക്കെതിരെ അദ്ദേഹം വഴികൾക്കിടയിലൂടെ പ്രകടിപ്പിക്കുന്ന ശക്തമായ മെസ്സേജുകൾ ചെന്ന് പതിക്കുന്നത് ഇവരെ പോലും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ അനുയായികളെ പോലും അത് സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ മുമ്പിൽ തടിച്ചുകൂടുന്ന 10,000-കണക്കിന് യുവാക്കളുടെ സാക്ഷ്യപത്രമാണ്. രണ്ടാമത് ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞ വേറൊരു വാക്കുണ്ട്. അത് കേരളം പോലൊരു സംസ്ഥാനത്ത് അത് മുഴുകിക്കിട്ടത്. പിന്നെ ശശികല ടീച്ചർ ആയതുകൊണ്ട് അങ്ങനെ പറയും. അവർ പറഞ്ഞെന്താ, വേടൻ എന്താണ് റാപ്പ് സംഗീതം ആലോചിക്കാനുള്ള അവകാശം പട്ടികജാതിക്കാരുടെ സംഗീതമാണെന്ന് അവർ ചോദിച്ചത്. അപ്പൊ പട്ടികജാതിക്കാർക്കായിട്ട് പ്രത്യേക സംഗീതവും അല്ലാത്ത ഇവരെ പോലുള്ള സവർണ ചിന്താഗതിക്കാരുടെ ദുഷിച്ച ചിന്താഗതിക്കാർക്കായി പ്രത്യേക സംഗീതമുണ്ടോ? സംഗീതം എല്ലാവരുടെയും സംഗീതത്തിനൊരു ഭാഷയുണ്ട് പ്രത്യേകിച്ച്. അപ്പൊ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയിൽ ഇവര് കൊടുക്കുന്ന പരാതികള് 5 വർഷം മുമ്പ് അദ്ദേഹം പാടിയ പാട്ടിലെ 2 വരികളെടുത്താണ് അദ്ദേഹം ദേശവിരുദ്ധനാണെന്നും ആ ദേശീയ അഖണ്ഡതയ്ക്ക് അദ്ദേഹം ഭംഗം വരുന്നതോടൊക്കെ ഇവർ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ നേതാവായിട്ട് ജമ്മു കാശ്മീർ ഗവർണറായിട്ട് 2.5 വർഷക്കാലം ഇരുന്ന സത്യപാൽ മാലിക്കാണ് ആദ്യമായിട്ട് പുൽവാമ ആക്രമണത്തിന് ശേഷം കരൺ താപ്പറുമായിട്ടുള്ള 2 വർഷങ്ങൾക്ക് ശേഷം കരൺ താപ്പറുമായിട്ടുള്ള അഭിമുഖത്തിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അതിനകത്ത് മൗനസമ്മതം കൊടുത്തെന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് പുതിയൊരു അറിവ് തന്നെ അവർ പകർന്നു നൽകിയത്. ഇനി അതെ, അതിനുശേഷം ഇപ്പൊ അദ്ദേഹത്തിന് വേട്ടയാടി CBI അദ്ദേഹത്തിന് അത് അവസാനത്തെ കുറ്റപത്രം കൊടുത്തിരിക്കുക. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കാൻ പാടില്ല എന്ന് ഏത് ഭരണഘടനയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? അവരൊന്ന് വർണ്ണിക്കട്ടെ. നമ്മുടെ ഇന്ത്യയിലെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളെ വിമർശിക്കാൻ പാടില്ല നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ? വ്യക്തിപരമായ ഹത്യ നടത്തുവാണെന്നുണ്ടെങ്കിൽ പരാതി കൊടുക്കുക. അത് ഞാനെതിരല്ല. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ആയാലും അവരെയൊക്കെ വ്യക്തിപരമായ ഹത്യ നടത്തുന്നതിനെതിരെ പരാതി കൊടുക്കുക. അതിന് ആരും തെറ്റുമില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു പരസ്യ പ്രഖ്യാപനമാണ് ചെയ്യുന്നത്. മിനിയെ നോവിച്ചിട്ടുള്ളത് കപട ദേശവാദി എന്നൊക്കെയുള്ള വാക്കുകൾ അത് മോദിയെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വേദനിപ്പിച്ചത് റെജി ലൂക്കോസ്. അല്ല, തീർച്ചയായിട്ടും ഞാനത് മുഴുവൻ കേട്ടു. ബഹുമാനപ്പെട്ട മാഡത്തിന്റെ പരാതി രാവിലെ മുതൽ മാധ്യമങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ഒരുപാട് നിരപരാധികളെ പത്രപ്രവർത്തകരെ പിടിച്ച് ജയിലിലിട്ടുള്ള ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഞാനതിനെ ആ കാര്യത്തിൽ ഞാൻ എന്റെ പ്രിയ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടത്തിനോട് യോജിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾ ആരോപണത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. സോറി, ക്ഷമിക്കണം, രാഹുൽ ഈശ്വർ. ഞാൻ അബദ്ധത്തിൽ പറ്റിപ്പോയി, സോറി. അതായത് രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ദ്രോഹിച്ച നമ്മുടെ ബുദ്ധ ഭിക്ഷുക്കൾക്ക് അല്ലെ ബുദ്ധ സമൂഹത്തിനെതിരെ ബുദ്ധനെയും വിമർശിച്ചുകൊണ്ടും LTTക്കെതിരെ അദ്ദേഹം LTTക്ക് അനുകൂലമായി അദ്ദേഹം സംസാരിച്ചു. അതുപോലെ തന്നെ അവിടുത്തെ സിംഹള വിഭാഗത്തെ അവിടെയും ബുദ്ധവിശ്വാസികളെ അപമാനിച്ചതൊക്കെ അവർ പറയുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മിനിയോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ട് പറയാം, ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഏതാണ്ട് 3.5 ലക്ഷം വരുന്ന രോഹിംഗ്യൻ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിനെ, അവിടെ ജനിച്ചു വളർന്ന എല്ലാ അവകാശങ്ങളുള്ള മ്യാൻമാറിലെ ആ വിഭാഗത്തിനെ ആട്ടി ഓടിച്ച് അപമാനിച്ച് കടലിലേക്ക് താത്തുന്നതിനും അവരെ എന്താ പറയാ ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത അവരുടെ പേരെ അടിച്ചേൽപ്പിച്ചത് ആരാ? അവിടുത്തെ ഭരണകൂടത്തിനേക്കാളും മുൻപിലായിട്ട് അവിടുത്തെ ബുദ്ധഭിക്ഷുക്കളാ
ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ അടുത്ത കാലത്തെ പ്രശ്നത്തിനല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എടുത്ത് പറഞ്ഞോട്ടെ, സിംഹളയിലെ LTTക്ക് നേരത്തെ ഇവിടെ രാഹുൽ കൊണ്ട് വരുമ്പോ രാഹുൽ ഈശ്വര പറഞ്ഞ കറക്റ്റാ. സിംഹള വിഭാഗത്തിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചപ്പോൾ അവർക്കെതിരെ ഇന്ത്യയുടെ മൗനാനുവാദത്തോട് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് LTT എന്ന് പറയുന്നത്. ആ LTTയുടെ പിന്നെ മുതിർന്ന നേതാക്കന്മാരെയും തമിഴ് വംശജരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചാരാ? അവിടുത്തെ ബുദ്ധ ഭിക്ഷുക്കളാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത്. അപ്പൊ പാർശ്വവൽക്കരിക്കപ്പെട്ട ലോകത്തിൽ എവിടെയുള്ളവർക്ക് എതിരെ അല്ലെ അവർക്ക് വേണ്ടിയിട്ട് വേടൻ സംസാരിച്ച് നിങ്ങളെ കൊള്ളുന്നുണ്ടോ? ഒറ്റ വാചകോടെ പറഞ്ഞു നിർത്താം. നിങ്ങൾ കർണാടകയിൽ കാട്ടിയത് എന്താ? തപോൽക്കർ, ഗോവിന്ദ് ബസാരെ, അതുപോലെ നമ്മുടെ ഗൗരിലാൽ കൃഷ്ണനെ പോലെയുള്ള നിങ്ങൾക്കെതിരെ വിരൽ ചൂടിയ സാമൂഹ്യ പ്രവർത്തകരെ, എഴുത്തുകാരെയും അതുൾപ്പെടെയുള്ള 4 പേരെ കൊന്നത് എന്തിനു വരില്ല? ഇതേ അതെ അസഹിഷ്ണുത. അല്ല, ഏറ്റവും ഒടുവിലായി നമുക്കറിയാമല്ലോ ഈ പാകിസ്ഥാനുമായി സംഘർഷമുണ്ടായതിന് ശേഷം ഇതിലൊക്കെ പങ്കെടുത്ത നമ്മളുടെയൊക്കെ അഭിമാനമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വ്യോമസേന ഉദ്യോഗസ്ഥക്കെതിരെ പറഞ്ഞ വാക്ക് അതാരാണ് പറഞ്ഞത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിക്രം മിശ്രയ്ക്കെതിരെ എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കെയാണ് ഇത് നമ്മുടെ ദേശത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി പോകുന്നത് എന്നുള്ളിടത്താണ് വലിയ വൈരുദ്ധ്യമുള്ളത്.